പ്രിയപ്പെട്ട BJP സുരേഷ് ജി, സ്വയം പറ്റിച്ച ദൈവത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. എത്ര കാലം നമ്മൾ ഈ ജനസംഖ്യാ വിഷയത്തെക്കുറിച്ച് കള്ളം പറയും? നിരന്തരമായിട്ട് ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്നവർ, BJPക്കാർ, RSSകാർ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും ഹിന്ദു ജനസംഖ്യയെക്കുറിച്ചും അർത്ഥസത്യങ്ങൾ പറയുന്നുണ്ട്. ഈ കള്ളത്തരം നമ്മൾ എന്ന് മാറ്റും? ഈ സത്യം സത്യമായി തിരിച്ചറിയണമെന്നുള്ളതാണ് സുരേഷ് ജിയോട് എൻ്റെ താഴ്മയായ അഭ്യർത്ഥന. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന മനുഷ്യനാണ്. സുരേഷ് ജി ഓർക്കേണ്ട കാര്യം, ഇത് കേൾക്കുന്ന BJP RSSകാർ ഓർക്കേണ്ട കാര്യം, എന്നെ ചീത്ത വിളിക്കാൻ ആഗ്രഹിക്കുന്ന സംഘികൾ ഓർക്കേണ്ട കാര്യം, രാഹുൽ ഈശ്വർ പറയുന്നത് ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് മോഹൻ ഭഗവത്ജിയുടെ നിലപാടാണ്. നിങ്ങൾ ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടൊന്നും ആഴത്തിൽ പോയി പഠിക്കണ്ട, പോട്ടെ. ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ സർസംഘചാലകായ മോഹൻ ഭഗവത്ജിയുടെ നിലപാടാണ് പറയുന്നത്. ഹിന്ദു ജനസംഖ്യയാണ് പ്രശ്നം, മുസ്ലിം ജനസംഖ്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല. വളഞ്ഞു കെട്ടി മുസ്ലിം ജനസംഖ്യയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മതേതരത്വവും വർഗീയതയും ഒന്നും പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് സുരേഷ് പറയുന്ന ആദ്യം ഒന്ന് കേൾക്കാം. ജനസംഖ്യാ നിയന്ത്രണത്തിൽ മതേതരത്വം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. എന്തോന്നാണ് സുരേഷ് ജി ജനസംഖ്യാ നിയന്ത്രണത്തിൽ മതേതരത്വം? ഇല്ല, ഞാൻ ഏറ്റവും നല്ല രീതി പറയാം. അതായത് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഒരമ്മയുടെ വയറ്റിൽ 1.2 കുട്ടികളാണ് ജനിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് 1.6 കുട്ടികളാണ് ജനിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് 2.3 കുട്ടികളാണ്, 2.5 റേഞ്ച് കുട്ടികളാണ് ജനിക്കുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ എന്തോന്ന് മതേതരത്വമാണ്? ജനസംഖ്യാ നിയന്ത്രണം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വളഞ്ഞ വഴിയിൽ താഴെ ലെവലിലുള്ള നമ്മുടെ സംഘീയ സുഹൃത്തുക്കൾ മുസ്ലിം ജനസംഖ്യ കൂടുതലാണെന്ന് പറയുമ്പോൾ സുരേഷ് ഒരു വലിയ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് വർഗീയത പറയാൻ കഴിയുന്നില്ല. വളഞ്ഞ വഴിയിലൂടെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മതേതരത്വം വേണമെന്ന് എന്തൊരു ആത്മവഞ്ചന നടത്തുകയാണ്, എന്തൊരു കള്ളമാണ് അല്ല, എന്തൊരു സത്യമല്ലാത്ത കാര്യമാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ജനസംഖ്യാ നിയന്ത്രണം എന്ന ആശയം ഔട്ട്ഡേറ്റഡ് ആണ്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ 1 ചൈൽഡ് പോളിസിയിൽ നിന്ന് പോയി. അതായത് ഇന്ത്യയുടെ ശക്തി ഡെമോഗ്രഫിക് ഡിവിഡൻ്റാണ്. നരേന്ദ്രമോദിജി പറയുന്നത് കേൾക്കുക. അതായത് രാഹുൽ ഈശ്വർ അല്ല, നരേന്ദ്രമോദിജി പറയുന്നതെങ്കിലും കേട്ടൂടെ? നരേന്ദ്രമോദിജി പറയുന്നത് യഥാർത്ഥത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ നമ്മളുടെ ശക്തിയാണെന്നാണ്. ഇനി നരേന്ദ്രമോദിജി മാത്രമല്ല, നമ്മുടെ സർസംഘചാലകായ മോഹൻ ഭഗവത്ജി, അദ്ദേഹം പറയുന്നതും കൂടെ ഞാൻ എടുക്കാം. 2 മുതൽ 3 കുട്ടികൾ വരെ എല്ലാ ഹിന്ദുക്കൾക്കും വേണം. ജനസംഖ്യാ നിയന്ത്രണം എന്നൊരാശയമില്ല. സുരേഷ് ജിയും ഞാനും സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളെ ശരിയല്ലാത്ത രീതിയിൽ പഠിപ്പിച്ചതാണ്. കൃത്യമായിട്ടത് പറയുന്നത് RSSൻ്റെ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കറാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണം പാശ്ചാത്യ ശക്തികളുടെ താല്പര്യത്തിലാണ് നടന്നത്. അതായത് ഓവർ പോപ്പുലേഷൻ വേണമെന്നല്ല, ഒരു വീട്ടിൽ 5ഉം 10ഉം കുട്ടികൾ വേണമെന്നല്ല, 2ഉം 3ഉം കുട്ടികൾ വേണം. അതിനെ വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. സുരേഷ് ജിയെ പോലെ ഒരു പദവിയിലിരിക്കുന്ന, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഇത് ആഴത്തിൽ പഠിച്ച് തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഹിന്ദുവിന്റെ ജനസംഖ്യാ നിയന്ത്രണവും ക്രിസ്ത്യാനിയുടെ ജനസംഖ്യാ നിയന്ത്രണവും മുസൽമാന്റെ ജനസംഖ്യാ നിയന്ത്രണവും മതേതര അടിസ്ഥാനത്തിൽ വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഇല്ല, മണ്ടൻ എന്ന് വിളിക്കും. വർഗീയവാദി എന്നല്ല, അത് വെറും മണ്ടത്തരമാണ്. ജനസംഖ്യ ഇപ്പം ആരും നിയന്ത്രിക്കുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. അതായത് ഞാൻ സുരേഷിയെ ബഹുമാനത്തോടെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന വാദഗതി മണ്ടത്തരമാണ്, വർഗീയതയല്ല. നമ്മൾ കണ്ണടച്ചാൽ നമുക്കേ ഇരുട്ടാവൂ, ലോകത്തിന് ഇരുട്ടാവൂല. അതായത് ക്രിസ്ത്യാനികൾക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ജനസംഖ്യയിൽ ഡിപ്പുണ്ടായി. ക്രിസ്ത്യാനികൾ ഒരു 50 വർഷം മുമ്പ് കേരളത്തിൻ്റെ 21%, അന്ന് മുസ്ലിങ്ങൾ 17%. ഇന്ന് ക്രിസ്ത്യാനികൾ 17.5%, മുസ്ലിങ്ങൾ 27%, 28%. മുസ്ലിം ജനസംഖ്യ കൂടുന്നതല്ല, ക്രിസ്ത്യൻ ജനസംഖ്യ ഹിന്ദു ജനസംഖ്യ ആനുപാതികമായി കുറയുന്നതാണ്. മുസ്ലിങ്ങൾ അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു, അത് 2 to 3 ആണ്. RSSൻ്റെ സർസംഘചാലക് പറയുന്നതാണ്. ഗുരുജി ഗോൾവൽക്കർ പോട്ടെ, മോഹൻ ഭഗവത്ജി പറയുന്നതാണ്. ഗുരുജി ഗോൾവൽക്കർ മുതൽ മോഹൻ ഭഗവത്ജി വരെയുള്ള RSSൻ്റെ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടാത്ത, അതായത് ഇലക്ഷൻ പൊളിറ്റിക്സിൽ നേരിട്ട് അവർ മത്സരിക്കാത്ത, മാറി നിൽക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തലവന്മാർ പറയുന്നതാണ്. സുരേഷ് ഇപ്പോഴും പഴയ സ്റ്റേറ്റ് സ്പോൺസേർഡ് ലെഫ്റ്റ് ലിബറൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ എല്ലായിടത്തും മതേതരത്വവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് പുരപ്പുറത്ത് കയറി നിൽക്കുന്ന VD സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ മതേതര ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാൻ താൻ തയ്യാറാണോ? ഒന്ന് താൻ എന്ന് വിളിക്കാതെ ആരെയാണെങ്കിലും താങ്കൾ, അങ്ങ്, ഞാനും എല്ലാവരെയും അങ്ങനെ വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ പരസ്പരം എല്ലാവരും അങ്ങനെ വിളിക്കാറുള്ളൂ. മതേതരത്വം എന്നൊരു കാര്യമില്ല, മതസൗഹാർദ്ദമേ ഉള്ളൂ.
ഈ മതേതരത്വം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു സെൻറ്റർ ലെഫ്റ്റ് നെഹ്റൂവിയൻ സ്പേസിലുള്ളവർ കൊണ്ടുവന്ന ആശയമാണ്. ഉദാഹരണം, മഹാത്മാഗാന്ധി മതേതരനല്ല, മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയാണ്, മഹാത്മാഗാന്ധി സെക്കുലർ അല്ല, മഹാത്മാഗാന്ധി പ്ലൂറലിസ്റ്റിക് ആണ്. നിങ്ങൾ ആ മതേതരത്വം എന്ന ആശയം വിടൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് BJPക്കാണ് മതേതരത്വം കൊണ്ടുവരാൻ കഴിയുന്നത്. മതേതരത്വം നിങ്ങളും കൂടി ഇനിയും കൊണ്ടുവരരുതേ പ്ലീസ്. മതേതരത്വം അല്ല, മതസൗഹാർദ്ദം, ബഹുസ്വരത, ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഈ ആശയം കേരളത്തിൽ സർവ്വ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന പൊതു സിവിൽ കോഡ് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? യൂണിഫോം സിവിൽ കോഡ് അഥവാ പൊതു സിവിൽ കോഡ് ഇന്ത്യയുടെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചത് പൂജനീയ സർസംഘ് ചാലക് ഗുരുജി ഗോൾവൽക്കറാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിലെ ചില ആൾക്കാർ, അതായത് BJP RSS, അന്ന് BJP ഇല്ല, RSS, ഈ ഹിന്ദു വലതുപക്ഷത്തിലെ ചില ആൾക്കാർ വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. അതിനാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. ഇത് കാരണമാണ് അവരങ്ങനെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം തന്ന വരികളിലൊന്നാണ്. കേരളത്തിൽ മതേതരത്വം പുലരണമെങ്കിൽ അത് പുലർത്താൻ സാധിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. എൻ്റെ ദൈവമേ, കേരളത്തിൽ ഇനി നിങ്ങളും കൂടെ മതേതരത്വം കൊണ്ടുവരണ്ട. മതേതരത്വം അല്ല, മതസൗഹാർദ്ദം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും. ഈ നിങ്ങളും കൂടെ പോയിട്ട് ഈ BJPയും കൂടെ മതേതരത്വം ഉണ്ടാക്കരുത്. അതായത് ഇപ്പോഴും സുരേഷ് ജി അടക്കമുള്ളവർക്ക്, സുരേഷ് ജി ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഒരിക്കൽ ഈ തിരിച്ചറിവ് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ വാദഗതി പറയില്ല. ആരെങ്കിലും ഈ BJP RSS പക്ഷത്തു നിന്ന് യൂണിഫോം സിവിൽ കോഡ് സംസാരിക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യണം. കാര്യം അവരുടെ വർഗീയതയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഞാൻ മുമ്പ് ശ്രീമതി ലക്ഷ്മി കാനത്ത് ഈ വീഡിയോ ഇപ്പം ചെയ്തിരുന്നു. അത് ലാസ്റ്റ് സ്റ്റേജാണ്. ഈ ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാണ് ഈ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്നവർ ഇത് മുഴുവൻ കള്ളത്തരമാണ് തിരിച്ചറിയുന്നത്. ഇതെനിക്കങ്ങ് അറിയാൻ, കാര്യം ഞാനും അങ്ങനെ ആയിരുന്നു. യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവസാനമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇത് മുഴുവൻ കള്ളമാണ്. ഈ കള്ള നെറേറ്റീവ് നമ്മുടെ തലയിൽ കുത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് മതേതരത്വം അല്ല, ഇന്ത്യൻ കൊടിയാണ് വേണ്ടത്. നമുക്ക് മതേതരത്വം അല്ല, മോദിജി BJPക്കാരോട് എടുക്കാൻ പറഞ്ഞ ഗാന്ധി സങ്കല്പ യാത്രകളാണ് വേണ്ടത്. നമുക്ക് മതേതരത്വം അല്ല വേണ്ടത്, ഇന്ത്യൻ കൊടി, തിരങ്ക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന ഇക്വേഷനാണ് വേണ്ടത്. ഇനി അതിനെ ബഹുസ്വരതയെന്നോ ഭരണഘടനാപരമായ മതേതരത്വമെന്നോ വിശ്വമാനവികതയെന്നോ പിന്നെന്താ മതാതീത സാംസ്കാരികതയെന്നോ കൾച്ചറൽ നാഷണലിസം എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഹിന്ദുക്കൾക്ക് നമ്മളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജനസംഖ്യ, ആത്മഹത്യ, മദ്യപാനം, ഏറ്റവും പ്രപ്പോർഷനേറ്റ്ലി മദ്യപാനം, കുടുംബ തകർച്ച, പ്രായമായവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. ഇനിയും BJPയും കൂടെ മതേതരത്വം കൊണ്ടുവരരുത്. അത് കള്ളം പറയുകയാണ്. അതാണ് കപട മതേതരത്വം. പകരം ജെനുവിൻ ഗാന്ധിയൻ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കണം. സുരേഷ് ജിയും BJPയും ഇത് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.